ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഹോട്ട് വീൽ ക്യാരേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതും കീ ഹോൾഡ് ചെയ്യുന്ന കൂട്ടെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കീ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഷട്ടർ പൊങ്ങി, അതുപോലെ കീ എടുത്ത് കഴിയുമ്പം ഷട്ടർ താങ്ങുകയും ചെയ്യുന്ന ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഹോട്ട് വീൽ അതുപോലെ ഡൈകാസ്റ്റ് മോഡൽ കാർഡ്സ് എല്ലാം വെക്കാവുന്ന രീതിയിലാണ് ഗൈസ് നമ്മളും ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഷട്ടറിൻ്റെ പൊക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് നമ്മൾ കീ ഇടുമ്പോൾ ഇതിൻ്റെ ഷട്ടർ ഇതുപോലെ പൊങ്ങിയിരിക്കും. അതുപോലെ നമ്മൾ കീ എടുത്ത് കഴിയുമ്പോൾ ഷട്ടർ ഇങ്ങനെ താങ്ങുകയും ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെളിയിലെല്ലാം പച്ച പെയിൻറ്റും അതുപോലെ ഇതിൻ്റെ ഷട്ടറിന് കറുത്ത പെയിൻറ്റും പിന്നെ ഉള്ളിൽ ഓറഞ്ച് പെയിൻറ്റാണ് ഗൈസ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. കീ ഇട്ട് കഴിയുമ്പോൾ അത് പൊങ്ങുകയും കീ എടുത്ത് കഴിയുമ്പോൾ താങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു പോർഷെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കീ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ലുക്ക് വരുന്നത് ഗൈസ്. ഇതുപോലെ കീ എടുത്ത് കഴിയുമ്പം ഇതേപോലെ അടഞ്ഞു വരും ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമ്മളൊരു കീ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളൊരു കീ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെ ഇത് ഇട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ കീ ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ ഓപ്പൺ ആവുകയും അതുപോലെ നമ്മളെ കീ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലോസ് ആവുകയും ചെയ്യും ഗൈസ്. കാണിക്കാം. അപ്പോൾ നമ്മൾ കീ എടുത്തപ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഗൈസ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാറ് വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയാണ് കീ ഇടുമ്പം. അപ്പോൾ നമ്മളൊരു കാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് കീ ഇടുമ്പോൾ ഇതിങ്ങനെ തുറന്ന് നിൽക്കും. അതുപോലെ ഇത് കീ എടുക്കുമ്പോൾ അടയുകയും ചെയ്യും ഗൈസ്, പഴയ പോലെ തന്നെ. അപ്പോൾ കാർ ഇരിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം ഗൈസ്. അതിന് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ 3 പീസും ഒരളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിൽ വെക്കാനുള്ള പീസും നമ്മൾ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളുക. നമ്മൾ ഒരു ചെറിയ രീതിക്കാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയതായിട്ടൊന്നും അളവെടുത്തല്ല ഉണ്ടാക്കുന്നത്, വലിയതായിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസെല്ലാം ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക ഗൈസ്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ആ വലിയ 3 പീസ് ഒട്ടിച്ചു. ഇനി ആ സൈഡിലുള്ള പീസാണ് പീസ് ഒട്ടിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെച്ച് അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഒട്ടിച്ചാൽ മതി. ഈ അപ്പുറത്തെ പീസ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചൊരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് ഇതിൻ്റെ ഡോറ് ഒരു ഷട്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോം ഷീറ്റ് ഇതിൻ്റെ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളൊരു ഫോം ഷീറ്റ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവിനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. പിന്നെ അളവ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പറിൽ ഒന്ന് പിടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഇതിപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉറച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് സാൻഡ് പേപ്പർ ഇട്ട് ഉറച്ച് തന്നെ കറക്റ്റ് അളവാക്കി ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ഇതേപോലെ തന്നെ കറക്റ്റ് അളവ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. ഇതിപ്പോൾ കറക്റ്റ് അളവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഷട്ടറിലാണ് ബാക്കി പരിപാടി. അതിനും ഈ ഷട്ടർ എങ്ങനെ വെച്ച് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തുറക്കുമ്പം ഈ ഒരു ലുക്കായിരിക്കും നമ്മൾ ഇതിന് വരുന്നത്. അതുപോലെ അടയ്ക്കുമ്പം ഇത് സാധാരണ പോലെ തന്നെ അടഞ്ഞിരിക്കും, തുറക്കുമ്പോൾ ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഇതിൻ്റെ ആ ഒരു മൂലവശം നമ്മൾ സാധനം തുറക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ആ മൂലവശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് സെറ്റ് ചെയ്യണം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സാൻഡ് പേപ്പർ ഒന്ന് പിടിച്ച് നല്ല ഷേപ്പ് ആക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് തന്നെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ 2 ഫോം ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ തുറക്കുന്ന ഒരു സംഭവം സെറ്റപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരറ്റത്തെ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പീസ് എടുക്കണം. ഈ പീസിലേക്ക് നമ്മൾ ആ 2 പീസും ഒട്ടിച്ചെടുക്കണം ഗൈസ്. ഇതിൻ്റെ ഒരറ്റത്ത് ഇതേപോലെയാണ് ഒട്ടിക്കേണ്ടത്. 2 അറ്റത്തായിട്ടാണ് ഗൈസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു പീസ് ഒട്ടിച്ചു. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ 2 പീസും ഇതിലെ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഈ ലുക്ക് വരുന്നത്. ഇനി ഈ 2 പീസിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഹോൾ ഇടണം ഗൈസ്. 2 എണ്ണത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഹോൾ ഇടണം. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പെട്ടി പോലെ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൻ്റെ മേൽഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് വെക്കാൻ കുറച്ച് പാടായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ പീസാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് എനിക്ക് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെയാണ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇതിൻ്റെ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മളാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡിലും ഹോൾ ഇട്ടെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പീസ് എടുത്ത് ഇതിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ് ആദ്യം. അതിനുശേഷം 2 സൈഡിൽ ഹോൾ ഇട്ടെടുക്കണം ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ ഹോൾ നേരത്തെ ഇട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ 2 സൈഡിലും ഹോൾ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പീസ് അതിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ പീസ് ഉണ്ട്. ഈ പീസിലും നമ്മൾ 2 ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ അതിനോട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഗൈസ്. അത് നമ്മൾ അതിൽ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ പീസിലും അതിൻ്റെ അടിയിരിക്കുന്ന ആ പീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു ലീഫ് ഫ്ലവറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് കയറാൻ ഭാഗത്തുള്ള ഹോളാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കയറിയിരിക്കണം ഗൈസ്. ഇത് നല്ല സ്മൂത്തായിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിലാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹോളിൽ നമ്മൾ ഇടാൻ പോകുന്ന ലീഫ് ഫ്ലവറിൻ്റെ ഭാഗമാണ് ഗൈസ്. കട്ട് ചെയ്തിട്ട് 2 നമ്മൾ ലീഫ് ഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. നമ്മൾ ഈ പീസിന് ഷട്ടർ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിന് കുറച്ച് പൊക്കക്കുറവുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ പീസ് കട്ട് ചെയ്തതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ ടോപ്പ് വെക്കാൻ പാടായിരിക്കും കട്ടും ഗൈസ്. അതുകൊണ്ട് നമ്മൾ 3 സൈഡിലും വേറെ പീസ് വെച്ച് ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഒരു ഹൈറ്റായി കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തായി നമ്മൾ വേണ്ടത് ഇതുപോലെ ലീഫ് ഫ്ലവർ എടുക്കണം ഗൈസ്. അതേപോലെ ലീഫ് ഫ്ലവർ എടുത്തതിന് ശേഷം നമ്മളത് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഗൈസ് അപ്പോൾ നമ്മൾ ആ ലീഫ് ഫ്ലവർ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തായി നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പിയാണ് ഗൈസ് ആവശ്യം.
നമ്മൾ ഇതേപോലത്തെ ഒരു കമ്പി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലീഫുകളുടെ അകത്ത് ഇതുപോലെ അതിനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ലീഫ്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പീസിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ഈ പീസിലേക്കാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളെങ്ങനെ ഒട്ടിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ലീഫ്ലറിന് രണ്ടറ്റവും ഈ ആ പീസിൻ്റെ രണ്ടറ്റത്തോട്ടാണ് ഗൈസ് ഒട്ടിച്ച് വെക്കുന്നത്. ഗൈസ് അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും ഇരിക്കുക ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വേറെ പീസോട് സെറ്റ് ചെയ്യണമെങ്കിൽ ഗൈസ് അപ്പോൾ ഇനി ഈ ഫുൾ പീസുകളൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളകത്ത് ഓറഞ്ചും അതുപോലെ വെളിയിലെല്ലാം നമ്മൾ ഗ്രീനുമാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്ക് വശത്ത് അടിച്ചിട്ടില്ല, കാരണം അത് നമ്മൾ ഭിത്തിയിൽ ഒട്ടിക്കുന്നത് പെയിൻ്റ് അടിച്ചില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് വശം പച്ചയാണ് ഗൈസ് അടിച്ചിരിക്കുന്നത്. ടോപ്പ് വശത്ത് പച്ച, അതിൻ്റെ അടിയിൽ നമ്മൾ ഓറഞ്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് ഉരച്ച് ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഷട്ടർ നമ്മൾ ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത് ഗൈസ്. പിന്നെ ആ ലീഫ്ലറിൻ്റെ നടുക്ക് നമ്മൾ PVC ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്ത്, ചുമ്മാ PVC നമ്മൾ ചൂടാക്കിയ അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അസംബിൾ ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് ഷട്ടർ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തിട്ടില്ല. ഇനി നമ്മൾ ആ ഉണ്ടാക്കിയ ഒരു കുഴി ഉണ്ടല്ലോ, ആ കുഴിയിലേക്ക് ആ ഒരു PVC ഇറക്കി വെച്ചിട്ടാണ് ഗൈസ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നോക്കി സെറ്റ് ചെയ്താൽ മതി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിതിൻ്റെ ഷട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ഫ്രീ ആയിട്ട് നല്ല മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അതിൻ്റെ അടിയിൽ പിടിച്ച്, അടി നമ്മൾ ശരിക്കും കീ ഇടും. ഇപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് വലിച്ച് കാണിച്ചു, വലിക്കുമ്പോൾ തുറക്കും, വിടുമ്പോൾ അടയും, അങ്ങനെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താക്കോൽ ഇടുമ്പം തുറന്ന് നിൽക്കും, താക്കോൽ എടുക്കുമ്പോൾ അടച്ചിരിക്കും. അതുപോലെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പാണ് അടുത്തായി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ ടോപ്പും നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ ലുക്ക് ഒരു വർക്കിംഗ് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഈ താഴത്തെ ഇത് പിടിച്ച് വലിക്കുമ്പോൾ ഇതിങ്ങനെ തുറക്കും, അതുപോലെ തന്നെ അതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് അടയുകയും ചെയ്യും. അതുപോലെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതിൻ്റെ അടിയിൽ താക്കോലാണ് വെച്ചിരിക്കുന്നത്. താക്കോൽ അതിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും തുറക്കുകയും അതുപോലെ താക്കോൽ എടുത്ത് കഴിയുമ്പോൾ ഇത് അടയ്ക്കുകയും കൂടെയാണ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അസംബ്ലി എല്ലാം പൂർത്തിയായി ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തൊരു കാറ് വെച്ചിട്ട് നിങ്ങളെ എങ്ങനെയാണെന്ന് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പോർഷയാണ് എടുത്തേക്കുന്നത് ഗൈസ്. ഇതൊരു മെറ്റൽ കാറാണ്, ഡോറൊക്കെ തുറക്കാവുന്ന കൂട്ടൊരു കാറാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ആ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷട്ടർ തുറന്നിട്ട് ഈ കാർ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുക ഗൈസ്. ഇതുപോലത്തെ ഡൈകാസ്റ്റ് മോഡൽ കാറുകൾ, ഹോട്ട് വീൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഗൈസ്. ഗൈസ് നമ്മുടെ കാറോടെ വെച്ചപ്പോൾ എൻ്റെ ലുക്കേ മാറിപ്പോയി. അടുത്ത് നമ്മൾ ഇത് ഫിറ്റിയിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഫിറ്റിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ തുറക്കുകയും വിടുമ്പോൾ അടയുകയും ചെയ്യും ഗൈസ്. നമ്മൾ കീ ഉപയോഗിച്ച് കീയാണ് ഇടുന്നത് ശരിക്കും അതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ കാണാം ഗൈസ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാർ വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച കാർ വെച്ചിട്ടുണ്ട് ഗൈസ്, പോർഷെ. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ കീ ഇടുമ്പോൾ ഇതുപോലെ തുറക്കുക, അതുപോലെ കീ എടുക്കുമ്പോൾ ഇതുപോലെ അടയും ചെയ്യും ഗൈസ്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇത് ഡൈകാസ്റ്റ് മോഡൽ കാറുകൾ, അതുപോലെ ഹോട്ട് വീൽസ്, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ഗൈസ്. അടിപൊളി ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നുള്ളത് ഗൈസ്. അപ്പോൾ അതിൻ്റെ ലുക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ കീ ഹോൾഡ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കീ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഹോൾഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഗൈസ്. നമ്മൾ കീ ഹോൾഡ് ചെയ്യുമ്പോൾ തുറന്നിരിക്കുക, അതുപോലെ കീ എടുത്ത് കഴിയുമ്പം ഇത് ക്ലോസ് ആവുകയും ചെയ്യും ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കീ ഇടുമ്പോൾ ഓപ്പൺ ആവുകയും അതുപോലെ കീ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ക്ലോസ് ആവുകയും ചെയ്യും ഗൈസ്. നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കാർ വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം ഗൈസ്. നമ്മൾ കീ ഇട്ടപ്പം ഇതുപോലെ ഓപ്പൺ ആയി ഗൈസ്. അപ്പോൾ നല്ല ലുക്കുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ നമ്മൾ കീ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ആവുകയും ചെയ്യും ഗൈസ്.
ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ചാനലൊന്ന് സബ് ചെയ്ത് ഗൈസ്. ഇതുപോലുള്ള വീഡിയോസ് വിടുന്ന ഗൈസ്. അതുവരേക്കും ബൈ.